ACCക്ക് ടോട്ടൽ 13 പേപ്പേഴ്സാണ് സാറിന് അറിയാം. 13 പേപ്പേഴ്സ് എഴുതി ക്ലിയർ ചെയ്ത് വരുന്ന ഒരാളും ഈ എക്സംഷൻ റൂട്ട് വരുന്ന ഒരാളും തമ്മിൽ ക്ലിയർ ചെയ്ത് അത് ഒരു വാല്യൂ ഡിഫറൻസ് ഉണ്ട്. കോർപ്പറേറ്റിലേക്ക് എൻട്രിയിൽ അവരത് റെസ്ട്രിക്ഷൻസ് അവർക്ക് അതിലുണ്ടാകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് പല രീതിയിലും പല ന്യൂസ് അതിനെപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം സാറിന് എന്താ തോന്നുന്നത്? ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊവൈഡർ ഈ എക്സംഷനുള്ള പേപ്പേഴ്സിൽ ഒരു ബേസ് കൊടുക്കാതെയാണ് ഈ P-level കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവും. ലോജിക്കല് ഈ 9 പേപ്പറോ അല്ലെങ്കിൽ വട്ടവർ 5 പേപ്പറോ 7 പേപ്പറോ വട്ടവർ ഇറ്റ് ഈസ് കുട്ടികൾക്ക് എക്സംഷൻ അവൈലബിൾ ആണെങ്കിൽ പോലും ആ പേപ്പേഴ്സിന് പ്രോപ്പർ ബേസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ P-level പേപ്പർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 13 പേപ്പർ പഠിക്കുന്ന കുട്ടിക്ക് P-level പേപ്പർ എഴുതാൻ വേണ്ടി എന്ത് ബേസാണോ അല്ലെങ്കിൽ എന്ത് കോൺസെപ്റ്റ് ക്ലാരിറ്റിയാണോ ഉണ്ടാവേണ്ടത്, അവൻ എന്താണോ കിട്ടുന്നത് അതന്നെ നമ്മുടെ അടുത്തുനിന്ന് കിട്ടിയാൽ, നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ കിട്ടിയാൽ എന്ത് ഗ്യാപ്പാണ് അവിടെ സംഭവിക്കുന്നത്? ശരി, ഒരു ഗ്യാപ്പ് സംഭവിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല.